لهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطرار قد كفاني علم ربي من سؤالي واختياري فدعائي وابتهالي شاهد لي بافتقاري. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരുപാട് വിഷയങ്ങളിൽ കൂടുതൽ അറിയാതെയും പഠിക്കാതെയും നമ്മൾ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ ചിലപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അത് വളരെയധികം തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന പല അവസരങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടാകും. ഇവിടെ ഖുർആനിൻ്റെ ദൈവികത എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഖുർആനിന് തീർച്ചയായും ഖുർആനിന് അല്ലെങ്കിൽ ഇസ്ലാമിന് എല്ലാ വിഷയത്തിലും എല്ലാ കാര്യത്തിലും കൃത്യവും വ്യക്തവുമായ നിലപാടുകളുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പോഴെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധത്തിന് അത് പലപ്പോഴും വിരുദ്ധമായി വരുന്ന ഒരു അനുഭവം നമുക്ക് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഖുർആനിൻ്റെ ദൈവികത പറയുമ്പോൾ സ്ഥിരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന, അതല്ലെങ്കിൽ ഇവിടെ തന്നെ നേരത്തെ അജ്മൽ കയുടെ സംസാരത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഖുർആനിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങൾ. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാതെ ഒരു കാര്യത്തിൽ ഖുർആനിൻ്റെ നിലപാടുകൾ ശാസ്ത്രീയമല്ല, അതല്ലെങ്കിൽ അത് അശാസ്ത്രീയമാണ്, അതല്ലെങ്കിൽ ഖുർആനിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യാൻ പോലും ഖുർആനിൻ്റെ വിരോധികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിരോധികൾ, വിമർശകർ ഉദ്ധരിച്ചിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് പഠിക്കുമ്പോൾ, പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൃത്യവും വ്യക്തവുമായ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ട പല അവസ്ഥകളും പല വിഷയങ്ങളും നമുക്കറിയാം. അതിവിടെ ഇനിയും ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള ഒരു ഖുർആനിൻ്റെ ദൈവികതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുള്ള വേറൊരു കാര്യമാണ്, ഖുർആനിൻ്റെ ചരിത്രപരമായി നടത്തിയിട്ടുള്ള ചില പ്രവചനങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും അത് സംഭവിക്കുകയേ ഇല്ല എന്ന് പലരും വിധി എഴുതിയ പല കാര്യങ്ങളും ചരിത്രത്തിൻ്റെ താളുകൾ എടുത്ത് നോക്കിയാൽ ഖുർആൻ പ്രവചിച്ചത് അതേപോലെ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഖുർആനിൻ്റെ ദൈവികത എന്നുള്ള വിഷയം വളരെ വലിയൊരു വിഷയം, കൂടുതൽ പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ വിഷയം മാത്രം നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു പൊതുബോധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു പൊതുബോധം, അല്ലെങ്കിൽ നമ്മൾ LP ക്ലാസ് മുതലേ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുബോധമാണ് ജനന നിയന്ത്രണം വേണം, അല്ലെങ്കിൽ ജനപ്പെരുപ്പം തടയണം. അതില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലാക്ക് ഓഫ് റിസോഴ്സസ് ഉണ്ടാകും. അങ്ങനെ വലിയ പ്രശ്നമാണ് ജനസംഖ്യ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുക എന്ന് നമ്മൾ സാധാരണയായി നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക, ജനസംഖ്യ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വലിയ പ്രശ്നമല്ല ഉണ്ടാവുക, വലിയൊരു പ്രശ്നമാണ് ഉണ്ടാവുക. നമ്മുടെ ഒരു ബോധമാണത്, ഒരു പൊതുബോധമാണത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പോലും ഇവിടെ ഉള്ള കുറേ പോളിസികൾ നമുക്കറിയാം. എ സ്മോൾ ഫാമിലി ഈസ് എ ഹാപ്പി ഫാമിലി, ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറയുന്ന പോളിസി, അതായത് ഭാര്യയും ഭർത്താവും രണ്ടാൾക്കാരാണ്, അവർക്ക് രണ്ടാൾ മതി, 2 കുട്ടികൾ മതി എന്നുള്ള ഒരു പോളിസി. അതുപോലെ തന്നെ നമുക്കറിയാം, അത് പിന്നെയും കുറച്ചും കൂടി സ്നേഹം കൂടിയിട്ട് ഭാര്യയും ഭർത്താവും 2 അല്ല, അവരൊന്നാണ്, അതുകൊണ്ട് 1 മതി എന്ന് പറഞ്ഞിട്ട് നാം ഒന്ന് നമുക്കൊന്നായി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ലോകമൊക്കെ മാറി, അതിലുള്ള ഒറ്റ കുട്ടി മാത്രമായി. നാം 2 നമുക്ക് 2 എന്നുള്ളത് സ്നേഹം കൂടിയിട്ട് ഇപ്പം നാം 1 നമുക്കൊന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ പേടിയെന്ന് വെച്ചാൽ വിനയം കൂടിയിട്ട് നമ്മളൊന്നും അല്ല, നമുക്കൊന്നും വേണ്ടാന്ന് പറയുമെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതേതോ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു പൊതുബോധം, ഇതാണ് എന്നുള്ളത് നമ്മളെല്ലാവരും സമ്മതിച്ചല്ലോ.
ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഖുർആൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. മൊത്തത്തിൽ നമ്മുടെ ഒരു നിലപാട് നമ്മൾ മനസ്സിലാക്കി. ജനസംഖ്യ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇനി ഖുർആൻ ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയുന്നത്? നമുക്കറിയാം, സൂറത്ത് 17-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. കൃത്യമായി ഖുർആൻ പറയുന്നു, വലാ തഖ്തുലു ഔലാദകും. ഖുർആനിൻ്റെ ആ ഒരു പ്രയോഗം പോലും വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ കൊല്ലരുത്, നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്താ കുട്ടികളെ കൊല്ലുക എന്ന് മാത്രം പറയാൻ ഇതെന്താ? അവിടെയാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഒരു 3 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവായാലും 3 വയസ്സുള്ള നമ്മുടെ കുട്ടിയാണെങ്കിൽ പോലും അവിടെ നശിപ്പിക്കപ്പെടുന്നത് ജനിക്കുവാനുള്ള ഒരു അവകാശമാണ് അവിടെ ഇല്ലാതാകുന്നത്. കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതിനെതിരെ മാത്രം മനുഷ്യാവകാശ പ്രവർത്തകരെയൊന്നും കാണാറില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനുള്ള കാരണം എന്താ? നഹ്നു നർസുഖുഹും വഇയ്യാകും. അവരെ നിങ്ങളെയൊക്കെ പോറ്റി വളർത്തുന്നത്, അവരെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. ആ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ കുട്ടികളെ കൊല്ലരുത് എന്ന് കൃത്യമായി കൊണ്ട് ഖുർആൻ പറയുകയാണ്. അപ്പോൾ ഈ 2 നിലപാടുകൾ നമുക്ക് മനസ്സിലായി. ഒന്ന്, ജനസംഖ്യ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നതിനുള്ള ഒരു ഭാഗം. മറുഭാഗത്ത് ഖുർആൻ പറയുന്നു, അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്, നാമാണ് നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് എന്നുള്ള ഖുർആനിൻ്റെ നിലപാട് മറുഭാഗത്ത്. ഈ ഒരു 2 വിഷയം, ഈ ഒരു വിഷയം മാത്രം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ വിഷയം എന്താ? പോവർട്ടി, അതായത് ദാരിദ്ര്യം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലാക്ക് ഓഫ് റിസോഴ്സസ്. എന്താ? ജനസംഖ്യ കൂടിയാൽ എന്തുണ്ടാകും? ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു ഗ്രാഫ് നിങ്ങളെ കാണിക്കുകയാണ്. ലോക ജനസംഖ്യയുടെ വളർച്ച കൃത്യമായി കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. നമുക്കറിയാം, കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും, ജനസംഖ്യ ഇങ്ങനെ മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ച്, നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കുക, നമ്മൾ പഠിച്ചത് വെച്ച് ജനസംഖ്യ ഉയർന്നാൽ എന്തുണ്ടാവും? ദാരിദ്ര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ദാരിദ്ര്യത്തിൻ്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്? നമ്മൾ പഠിച്ചതെല്ലാം ശരിയായിരുന്നുവെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഉണ്ടാകുന്നത്? പോപ്പുലേഷൻ നേരെ മേലോട്ട് പോകുമ്പോൾ ദാരിദ്ര്യം എന്ത് ചെയ്യണം? അതേപോലെ മേലോട്ട് പോകണ്ടേ? ഇനി നമുക്ക് അടുത്ത ഗ്രാഫ് നോക്കാം. വേൾഡ് പോപ്പുലേഷൻ ലിവിങ് ഇൻ പോവർട്ടിയിൽ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനസംഖ്യയുടെ ഗ്രാഫാണ് കാണുന്നത്. നേരെ മേലോട്ടാണോ അതോ താഴോട്ടാണോ? എല്ലാവരും കൃത്യമായി, വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന, വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒന്നുകൂടി അടുത്ത, നമ്മൾ ഈ 2 ഗ്രാഫ്, ഇതാ 1980 മുതൽ 2010 വരെ ജനസംഖ്യയുടെ ഉയർച്ചയുടെ ഗ്രാഫാണിത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ മെർജ് ചെയ്തിരിക്കുകയാണ് പോവർട്ടിയുടെ ഗ്രാഫ്, അതിനോട് മെർജ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ജനസംഖ്യ നേരെ മേലോട്ട് പോകുന്നു, പോവർട്ടി നേരെ താഴോട്ട് വരുന്നു. കൃത്യമാണ് സുഹൃത്തുക്കളെ, വളരെ വ്യക്തമാണ്. നമ്മളെ ആരോ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിലപ്പുറം വേറെന്ത് തെളിവാണ് വേണ്ടത്? ഇനി രണ്ടാമത്തെ കാര്യം, ഒന്ന് പോവർട്ടി ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പെരുകി വന്നാൽ ഇവിടെ എന്തുണ്ടാവില്ല? സ്ഥലം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന. നമ്മൾ എല്ലാവരും ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ സെർച്ച് ചെയ്യണമെന്നില്ല, നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കാം. എന്താ? കൺട്രീസ് വിത്ത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങൾ. അത് സെർച്ച് ചെയ്താൽ ആദ്യമായി ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ പറ്റുന്ന റിസൾട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊണാക്കോ, അതുപോലെ തന്നെ ഹോങ്കോങ് പോലെയുള്ള രാജ്യങ്ങൾ. ഇനി അടുത്തൊരു ഗൂഗിൾ സെർച്ച് നമുക്ക് ചെയ്യാം. എന്താ? കൺട്രീസ് വിത്ത് വെരി ലോ പോവർട്ടി, കുറച്ച് ദാരിദ്ര്യമുള്ള, വളരെ കുറവ് ദാരിദ്ര്യമുള്ള, അല്ലെങ്കിൽ സീറോ പോവർട്ടി എന്ന് വരെ പറയാൻ പറ്റുന്ന രാജ്യങ്ങൾ. അവിടെയും നമുക്ക് വരുന്ന റിസൾട്ട് എന്താ? അതേപോലെയാണ് നല്ല പറയുന്നത്. മറ്റു ചില ഫാക്ടേഴ്സും ഉള്ളത് കൊണ്ട് അതേപോലെയാണ് നല്ല പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായി മൊണോക്കോ, അതുപോലെ തന്നെ ഹോങ്കോങ് പോലെയുള്ള രാജ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭയങ്കരമായി തിങ്ങിപ്പറക്കുന്ന ഏരിയകളിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ള തരത്തിൽ പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. എന്നാൽ വേറൊരു കാര്യം, ഇനി നമ്മൾ എടുക്കുക ഡെൻസിറ്റി ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളുള്ള ആഫ്രിക്കൻ്റെ സ്ഥിതി എന്താ? ഓരോ ആളുകൾക്കും ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളുള്ള ആഫ്രിക്കയുടെ സ്ഥിതി എന്താ? അവിടെ എന്താ ഉള്ളത്? ജനങ്ങൾ കുറഞ്ഞുകൊണ്ട് ഭയങ്കരമായ വികസനമാണോ ഉള്ളത്? അതെല്ലാം മറിച്ച് പോവർട്ടിയാണോ ഉള്ളത്? ആ ഒരു ചോദ്യം അവിടെ കിടക്കട്ടെ. ഇനി അടുത്തതാണ് ലാക്ക് ഓഫ് റിസോഴ്സസ്. ഭക്ഷണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഒറ്റ ഗ്രാഫിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. ലാക്ക് ഓഫ് റിസോഴ്സസ് എന്നുള്ളതിൽ ജനസംഖ്യ കൂടുന്നതിൻ്റെ ഗ്രാഫ് നേരെ മേലോട്ട്,
അതോടൊപ്പം തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഉയർന്നു പോകുന്നു എന്ത്, ഫുഡിൻ്റെ അവൈലബിൾ ഫുഡിൻ്റെ ഗ്രാഫും അതേപോലെ മുകളിലോട്ട് പോകുന്നു. ഇതിന് കൃത്യമായി ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ മതി. ഓരോ കുട്ടിയും ജനിക്കുന്നത് തിന്നാനുള്ള ഒരു വായ കൊണ്ട് മാത്രമല്ല, അധ്വാനിക്കാനുള്ള 2 കരങ്ങൾ കൊണ്ട് കൂടിയാണ് എന്നുള്ള ഒറ്റ മറുപടി മതി ഇത്. അല്ലാതെ തിന്നുകൊണ്ടിരിക്കുക അല്ലാതെ ഉണ്ടാക്കുന്നില്ല എന്നല്ലതല്ല, കൃത്യമായി അധ്വാനിക്കാനുള്ള 2 കരങ്ങളും അതോടൊപ്പം തിന്നാനുള്ള ചെറിയൊരു വായയും അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്കത്. ഇനി ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, ജനസംഖ്യ വർദ്ധിച്ചിട്ട് പോലും ഇവിടെ എന്തുണ്ട്, പോവർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ട്. എന്തുകൊണ്ടാണത്? അവിടെ യഥാർത്ഥത്തിൽ ലാക്ക് ഓഫ് റിസോഴ്സസ് അല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഇവിടെ റിസോഴ്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊന്നുമില്ല, മറിച്ച് ഇവിടെ ഇല്ലാത്തത് എന്താ, പ്രോപ്പർ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്. അതായത് റിച്ച് ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ റിച്ച്. പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായും പണക്കാർ കൂടുതൽ പണക്കാരായി മാറുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതല്ലാതെ ഇവിടെ റിസോഴ്സ് ഇല്ലാത്തതോ അതിൻ്റെ കുറവോ അല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. അതുകൊണ്ട് അവിടെയാണ് ഇസ്ലാം കൃത്യമായി ഒരു സകാത്ത് എന്നുള്ള സമ്പ്രദായം, പണക്കാരൻ്റെ സമ്പത്തിൽ 2.5% പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, ഔദാര്യമായിട്ട് കൊടുക്കുക എന്നല്ല, അവകാശമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ ആ ഒരു നിലപാട് എത്രത്തോളം പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ഈ ഒരു പോളിസി ഇന്ത്യയിലൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോളിസി നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നറിയോ? ഇവിടെ നമുക്ക് കാണാം ഗ്ലോബൽ മീഡിയൻ ഏജ് എന്ന് വെച്ചാൽ മൊത്തം രാജ്യത്തുള്ള എല്ലാവരുടെയും പ്രായം എടുത്ത് ഒരു ആവറേജ് പ്രായം എന്ന് പറയാം, ചുരുക്കി അങ്ങനെ പറയാം. അപ്പോൾ മീഡിയൻ ഏജ് ഇവിടെ ഇങ്ങനെ ചൈന, അതുപോലെ തന്നെ റഷ്യ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു പോളിസി അവിടെ നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ജനന നിരക്ക് കുറഞ്ഞു, അതായത് കുട്ടികൾ ഉണ്ടാകുന്നത് കുറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? വയസ്സായവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. അങ്ങനെ മീഡിയൻ ഏജ്, നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ, ആ ഗ്രാഫ് കൃത്യമായിട്ട് ആ മാപ്പിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെ കടും നീല കളറിൽ കാണാൻ പറ്റും. അതായത് 40 മുകളിലാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും മീഡിയൻ ഏജ്. ഇന്ത്യയിൽ അത് വെറും 35 അപ്പോൾ കൃത്യമായി മനസ്സിലാക്കാം, ഇങ്ങനെ നടപ്പിലാക്കിയ രാജ്യങ്ങൾ മൂത്ത് നരച്ച് വയസ്സന്മാരുടെ രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ചൈനയിലൊക്കെ ഇപ്പം ഒരുപാട് പരിഷ്കരണങ്ങൾ അവർ ഇതൊക്കെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായി എടുക്കാം. ഒന്നാമത് യൂറോപ്പ്, ഗ്രേയിങ് ഓഫ് യൂറോപ്പ് അല്ലെങ്കിൽ ഏജിങ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് പഠിക്കാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 65 വയസ്സിന് മുകളിലുള്ളവരുടെ ശതമാനം ഈ സമൂഹത്തിൽ 20% മുകളിലാണ്. മീഡിയൻ ഏജ് ഓഫ് യൂറോപ്പ് ഈസ് ഇൻക്രീസിങ് ഫ്രം 37.7 to 52.3. അത്രത്തോളം ആ ഒരു രീതിയിലേക്ക് വരെ സമൂഹം വയസ്സാകുന്ന നരക്കുന്ന ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സമൂഹം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല അഭയാർത്ഥികളെയും യൂറോപ്യൻ രാജ്യങ്ങൾ പല രാജ്യങ്ങളും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് തന്നെ ഈ ലേബർ ഷോർട്ടേജ്, അത് അധ്വാനിക്കാൻ ആളുകളില്ല. അവിടെ എല്ലാവരും വയസ്സന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കാൻ ആളുകളില്ലാത്തൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വരെ ഇന്ന് നിലനിൽക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അടുത്തത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ, ചൈനയിൽ ഒരൊറ്റ കാര്യം, 2009 ചൈനീസ് ഗവൺമെൻറ് നടത്തിയ ഒരു സർവേയിൽ ചൈനയിലെ ഗവൺമെൻറ് അവരോട് ചോദിച്ചു, ചൈനയിലുള്ള ആളുകളോട് ചോദിച്ചു എന്താണ് ചൈനയുടെ ശക്തി. അപ്പോൾ അവർ പറഞ്ഞത് പീപ്പിളാണെന്ന്, ജനങ്ങളാണ് ചൈനയുടെ ശക്തി എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാൽ ആ ഒരു ജനങ്ങൾ ശക്തിയായിക്കൊണ്ട് വൻ ശക്തിയായി ഉയർന്നിട്ടുള്ള ചൈനയുടെ ഇന്നത്തെ സ്ഥിതി എന്താ? 1979 ഈ ഒരു 1 ചൈൽഡ് പോളിസി അവർ നടപ്പിലാക്കി. ഇന്ന് അവരെത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ UN-ന്റെ ഒരു കണക്ക് പ്രകാരം 2050 ആകുമ്പോഴേക്ക് 440 മില്യൺ ആളുകളും 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും ചൈനയിൽ. ഒന്നാലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കുമെന്ന് നമ്മൾ അതിലൂടെ മനസ്സിലാകും. അതുപോലെ തന്നെ മീഡിയൻ ഏജ് ഇന്ത്യയിൽ വെറും 37 ആണെങ്കിൽ ഇന്ന് ചൈനയിൽ അത് 46 ആണ്. അപ്പം അത്രത്തോളം വയസ്സായ നരച്ചിട്ടുള്ള ഒരു സമൂഹമായി ചൈനയിലെ ജനങ്ങൾ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ശതമാനം ഇന്ത്യയിൽ വെറും 12% അത് ചൈനയിലാകട്ടെ 23 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മൊത്തത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധി തന്നെ ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങൾ. അടുത്തത് റഷ്യ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഡീമോഗ്രാഫിക്കലി യങ്, അത്രയും സ്ട്രോങ് ആയ, അതായത്
അത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്നാകട്ടെ പോപ്പുലേഷൻ അബവ് 60 മുകളിലുള്ളവരുടെ പോപ്പുലേഷൻ 20% മുകളിലേക്ക് പോയി. അവിടെയും ഇതേ പ്രശ്നങ്ങൾ. ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ എടുക്കുക, വിദ്യാഭ്യാസ രംഗത്തിൽ റഷ്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാത്രം എടുത്താൽ മതി. ഈ ഒരു നയം നടപ്പിലാക്കിയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഇനിയും ഫേസ് ചെയ്യാനിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വിദ്യാഭ്യാസ രംഗത്ത് അവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളെ കുറച്ചു, 2 മതി 1 മതി എന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ അവിടെ ഹൈസ്കൂളുകളിൽ പഠിക്കാൻ കുട്ടികളുടെ എണ്ണം നേരെ താഴോട്ട് വന്നുകൊണ്ട് അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, യൂണിവേഴ്സിറ്റീസ് ആർ ഫൈറ്റിംഗ് ഫോർ ഈച്ച് അപ്ലിക്കൻ്റ്. അതായത് ഇവിടെയൊക്കെ നമ്മൾ വല്ല യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എഴുതി അപ്ലിക്കൻസ് തമ്മിൽ മത്സരിച്ചു കൊണ്ട് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയിലെ പ്രവേശനം നേടണം. എന്നാൽ അവിടെയാകട്ടെ ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ അപ്ലിക്കൻറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളെത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ടുള്ള പ്രത്യാഘാതം. അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഓരോ അപ്ലിക്കൻറ്റിന് വേണ്ടി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാകും നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ ക്രിയേറ്റീവ് മൈൻഡ് എത്രത്തോളം വികസിക്കും, ഇനിയുള്ള തലമുറ വരുമ്പോൾ അവിടെ എത്രത്തോളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡിഫൻസ് ഇഷ്യൂ, അവിടെ യുവാക്കളില്ല, മിലിറ്ററിയിൽ ആളുകളെ കിട്ടാനില്ല. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ റഷ്യയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനം ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മെയിൽ ഫീമെയിൽ റേഷ്യോ. ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ആണുകളും ആൺ പെൺ ആ ഒരു റേഷ്യോയിൽ ഉണ്ടാകുന്ന പ്രശ്നം. ഇന്ത്യയിലൊക്കെ 914 ആണുകൾക്ക് 1000 സ്ത്രീകളെന്നാണെങ്കിൽ 2020 ആകുമ്പോഴേക്ക് 1.5 crore 1.5 കോടി പുരുഷന്മാർ ചൈനയിൽ വിവാഹം കഴിക്കാനാവാത്ത, അതായത് പെണ്ണുങ്ങളെ കിട്ടാത്തൊരവസ്ഥ. കാരണം എന്താ? 2 കുട്ടികളെ മതി അല്ലെങ്കിൽ ഒറ്റ കുട്ടി മതി എന്ന് പറയുമ്പോൾ അവിടെയുള്ള രക്ഷിതാക്കൾ തീരുമാനിക്കുകയാണെന്ത്, 1 അല്ലെങ്കിൽ 2 ഉള്ളുവെങ്കിൽ അത് ആണായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഒരു സംഭവം നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. പെൺ ഭ്രൂണഹത്യ 26ഓളം അല്ലെങ്കിൽ 20ഓളം പെൺ ഭ്രൂണങ്ങൾ ഓവുചാലിൽ നിന്ന് കിട്ടിയെന്നുള്ള വാർത്ത നമ്മളെല്ലാവരും വായിച്ചതാണ്. അങ്ങനെ പെൺകുട്ടികൾ ജനിക്കുന്നത് തടഞ്ഞുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ആൺകുട്ടികൾ മതി, കുറച്ചേ ഉള്ളൂ, 1 അല്ലെങ്കിൽ 2 ഉള്ളുവെങ്കിൽ അത് ആൺകുട്ടിയാകട്ടെ എന്ന് രക്ഷിതാക്കൾ തീരുമാനിച്ചുകൊണ്ട് അവിടെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും അങ്ങനെ ഉണ്ടായതുകൊണ്ട് എന്താ ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ 2020 ആകുമ്പോഴേക്ക് 1.5 കോടി ജനങ്ങളോളം അവിടെ വിവാഹം കഴിക്കാനാവാതെ ആകും. അങ്ങനെ ഉണ്ടായാൽ ഇപ്പോൾ പോലും ചൈന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, അവിടെ സ്ത്രീകളെ കടത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ ഒരുപാട് ധാർമ്മികപരമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് ചൈന നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥ ചൈനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയ എന്താ, ജനപ്പെരുപ്പം ഉണ്ടാകും, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു അങ്ങനെയല്ല. നേർവിപരീത നയം ഖുർആൻ സ്വീകരിച്ചപ്പോൾ നമ്മളെല്ലാവരും ഖുർആനിൻ്റെ ആ ഒരു നയത്തെ ഇസ്ലാമിൻ്റെ വിമർശകർ ഇപ്പോൾ പോലും വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് നമ്മൾ കണ്ടത്. ഇത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു നയം നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് എത്തിയെങ്കിൽ അവിടെ നമുക്ക് ബോധ്യമാകുന്നത് ഓരോ വചനത്തിൻ്റെയും ഓരോ നിലപാടുകളുടെയും ഓരോ കാഴ്ചപ്പാടുകളുടെയും ഖുർആനിലെ ഓരോ വാചകങ്ങളുടെയും ദൈവികതയാണ്, പ്രസക്തിയാണ്, നിത്യപ്രസക്തമാണ് ഓരോ വചനങ്ങളും എന്നുള്ളതാണ്. കൂടുതൽ ഈ ഒരു വിഷയങ്ങളെല്ലാം നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം മൂല്യമുള്ള നിത്യപ്രസക്തമായ ദൈവികമായ ഗ്രന്ഥമാണ് ഖുർആൻ. അതിൻ്റെ വചനങ്ങൾ ദൈവികമാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ വക്താക്കളായി അതിൻ്റെ പ്രബോധകരായി മാറാൻ നമ്മേവരും തയ്യാറാവുക. അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.